നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 26 ബുധനാഴ്ചയാണ്. ഇന്നലത്തെ ഇന്ത്യൻ വിപണി നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട മാർക്കറ്റുകളെല്ലാം ഇടിഞ്ഞു. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, അതുപോലെ സെൻസെക്സ് എല്ലാം ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. എന്നാൽ മിഡ് ക്യാപ്പ് മാത്രമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. എന്നാൽ കാര്യങ്ങൾ ഇപ്പോഴും ബുൾസിന് അനുകൂലമായിട്ടല്ല പോകുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. ഇന്നത്തെ കുറിച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്തകളിലേക്കാണ്. 2025 ജൂലൈക്ക് മുൻപ് സെബിയുടെ ഭാഗത്തു നിന്നും അംഗീകാരം ലഭിച്ച ഏകദേശം 30 കമ്പനികൾ ഇപ്പോഴും അവരുടെ ഐ പി ഒകൾ ആരംഭിച്ചിട്ടില്ല എന്നുള്ളൊരു വാർത്തയാണ്. ഇപ്പോൾ ഈ IPO ഓപ്പൺ ആക്കാൻ പറ്റാത്തതിലുള്ള കാരണങ്ങളായി കാണുന്നത് മൂല്യനിർണ്ണയ പൊരുത്തക്കേടുകളും പ്രതികൂലമായ വിപണി വില നിർണ്ണയവുമാണ്. ഇത്തരത്തിലുള്ള കമ്പനികളുടെ പേര് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഹീറോ ഫിൻകോർപ്പ് അടക്കമുള്ള കമ്പനികളുണ്ട്. ക്രെഡില ഫിനാൻഷ്യൽ സർവീസസ്, ഡോർഫ് കെറ്റൽ കെമിക്കൽസ്, ഹീറോ ഫിൻകോർപ്പ്, ഐ ഫിനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഇപ്പോൾ ഇങ്ങനെ സെബിയുടെ അപ്രൂവലിന് ശേഷം ഡിലേ വന്ന് കിടക്കുന്ന കമ്പനികളായിട്ട് വരുന്നത്. അടുത്തതായി ഇന്ന് ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ്. ഭാരതി എയർടെൽ ആണ്. പ്രൊമോട്ടർ ഇന്ത്യൻ കോണ്ടിനെന്റ് ഇൻവെസ്റ്റ്മെന്റ് 0.56% ഓഹരികൾ വിറ്റേക്കും. ബുധനാഴ്ച ബ്ലോക്ക് ഡീൽ വഴി 34.3 ദശലക്ഷം ഓഹരികൾ വിൽക്കും. ഇടപാട് മൂല്യം ഏകദേശം 7,195 കോടി രൂപയാണ് വരുന്നത്. മറ്റൊരു വാർത്തയുള്ളത്, റെയർ എർത്ത് പെർമനന്റ് മാഗ്നറ്റ് നിർമ്മാണ പ്രോത്സാഹന പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകിയേക്കും. പദ്ധതിയുടെ ഒരു സൈസ് എന്ന് പറയുന്നത് 7,300 കോടി രൂപയാണ്. പൂർണ്ണമായും തദ്ദേശീയമായ ഒരു നിർമ്മാണ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുക എന്നതാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വാർഷിക ഉൽപാദന ശേഷി ലക്ഷ്യം 6,000 ടൺ വരെ ആയിരിക്കും. ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൃത്യമായിട്ട് ഏതൊക്കെ കമ്പനികൾക്കാണ് അതിൻ്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും ചില കമ്പനികൾ ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാൻ സിങ്ക്, ഗുജറാത്ത് മിനറൽസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, സോന BLW പ്രിസിഷൻസ് ഫോർജിങ്സ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികൾ ഫോക്കസിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്, ഒക്ടോബറിൽ 11.8% ഇടിവിന് ശേഷം നവംബർ മാസത്തിൽ ആദ്യ 3 ആഴ്ചകളിൽ ഇന്ത്യയുടെ കയറ്റുമതി ഉയർന്നിരിക്കുന്നു. ഇപ്പോഴിതാ US ഏർപ്പെടുത്തിയിരിക്കുന്ന 50% അധിക തീരുവ ചുമത്തിയിട്ടുമാണ് ഇപ്പോൾ ഈ വളർച്ച ഇന്ത്യ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ കൂടുതൽ വളർച്ച കാണിച്ചിരിക്കുന്നത് സമുദ്രോൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൾപ്പെടെയുള്ള മേഖലകളിൽ തന്നെയാണ്. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കമ്പനികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സീ ഫുഡ്, മറൈൻ എക്സ്പോർട്ടേഴ്സ് ആയിട്ടുള്ള കമ്പനികൾ അവന്തി ഫീഡ്സ്, അപ്പെക്സ് ഫ്രോസൺ ഫുഡ്സ്, സീൽ അക്വ, കോസ്റ്റൽ കോർപ്പറേഷൻ തുടങ്ങിയ കമ്പനികളും, കൂടാതെ മറ്റ് സർവീസ് മേഖലയിലുള്ള കമ്പനികളായിട്ടുള്ള TCS, ഇൻഫോസിസ്, SCL ടെക്, വിപ്രോ, ടെക് മഹീന്ദ്ര തുടങ്ങിയ കമ്പനികളും ഫോക്കസിൽ വരാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഇപ്പോഴത്തെ ഗ്ലോബൽ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ ഒന്ന് വാച്ച് ചെയ്യാം. ആദ്യം US മാർക്കറ്റുകളിലേക്കാണ്. ഡിസംബറിൽ US ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന പ്രതീക്ഷകൾ പുതിയ സാമ്പത്തിക ഡാറ്റ വർദ്ധിപ്പിച്ചതോടെ US മാർക്കറ്റുകൾ വീണ്ടും ഉയർന്നു തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. തുടർച്ചയായിട്ടുള്ള ഇന്നലെ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഡൗ ജോൺസും S&P 500ഉമായിരുന്നു. അതിൽ കുറഞ്ഞ നേട്ടം വന്നത് നാസ്ഡാക്ക് ആയിരുന്നു, 0.67%. ടെക് സ്റ്റോക്കുകൾ ദുർബലമായതാണ് നാസ്ഡാക്ക് ഇടിയാൻ കാരണമായത്. അതിൽ തന്നെ വലിയൊരു പങ്ക് എൻവിഡിയയുടേതായിരുന്നു. എൻവിഡിയ 2.6% ഇടിഞ്ഞു. ഇന്നലെ പുറത്തു വന്ന എക്കണോമിക് ഡാറ്റയും കാണിക്കുന്നത് ഫെഡറൽ റിസർവിൻ്റെ ഒരു 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ട് ഇനി വരുന്ന ഡിസംബർ മീറ്റിംഗിൽ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ്. ഇന്നലെ പുറത്തു വന്ന റീറ്റെയിൽ സെയിൽസ് ഡാറ്റയും അതുപോലെ പ്രൊഡ്യൂസർ പ്രൈസസ് ഡാറ്റയും കാണിക്കുന്നത് ഇൻഫ്ലേഷൻ കൂൾ ഓഫ് ആയി എന്ന് തന്നെയാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന US ഫ്യൂച്ചേഴ്സ് നേട്ടത്തിലാണ്. ഇനി ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. എല്ലാ സെക്ടറുകളും പോസിറ്റീവിൽ തന്നെയായിരുന്നു. ഏഷ്യൻ വിപണിയിലേക്ക് ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ എല്ലാം പോസിറ്റീവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.81% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 1.51% നേട്ടത്തിൽ, ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 26,153 എന്ന നിലയിൽ 110 പോയിന്റ്സ് ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 100-ലധികം പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഗോൾഡ് പ്രൈസിലേക്കാണ്. ഇന്നലെ ഗോൾഡ് പ്രൈസിൽ ചെറിയ ഒരു ഇടിവാണ് സ്പോട്ട് ഗോൾഡിൽ കണ്ടത്. എന്നിരുന്നാലും കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്നലെ പവന് 93,160 രൂപയാണ്. ഓയിൽ പ്രൈസുകളിലേക്ക്, ഉക്രൈനിൽ ഒരു സമാധാന കരാർ സമ്മതിച്ചതായി US ഉദ്യോഗസ്ഥർ പറഞ്ഞതായി വാർത്താ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ
ഇന്നലെ ഓയിൽ പ്രൈസുകൾ ഏകദേശം 1% മുകളിൽ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്തകളായിട്ട് വരുന്നത്. ഇനി നമുക്ക് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക് വരാം. അതിന് മുന്നേ ആയി നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 55% ഡിസ്കൗണ്ടോട് കൂടി 1299 രൂപയ്ക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം NCC എന്ന കമ്പനി ഗുവാഹത്തി മെഡിക്കൽ ആൻഡ് ആശുപത്രി വികസനത്തിനും നവീകരണത്തിനുമായി ആസാം സർക്കാരിൽ നിന്ന് ഒരു വലിയ കരാർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. 2062.7 കോടി രൂപയുടേതാണ് കരാർ. അടുത്തത് ജയന്ത് ഇൻഫ്രാടെക് എന്ന കമ്പനിയാണ്. റെയിൽവേയുടെ ഇലക്ട്രോണിക് ട്രാക്ഷൻ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുന്നതിന് കൊൺകൺ റെയിൽവേയിൽ നിന്ന് 161.7 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. അടുത്തത് സൈഡസ് ലൈഫ് സയൻസ് എന്ന കമ്പനിയാണ്. US-ൽ വെരാപാമിൽ ER ടാബ്ലറ്റുകൾ ഉയർന്ന BP ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ഇത് വിൽക്കാൻ US FDA നിന്ന് കമ്പനിക്ക് അനുമതി ലഭിച്ചു. അവിടെ ഈ മരുന്ന് $24.5 ബില്യൺ വാർഷിക വിൽപ്പനയുണ്ട്. അടുത്തത് നെൽക്കോ എന്ന കമ്പനിയാണ്. നിലവിലുള്ള ലൈസൻസിന് കീഴിൽ അടുത്ത 10 വർഷത്തേക്ക് VSIT സേവനങ്ങൾ വിൽക്കാൻ DOTയിൽ നിന്ന് കമ്പനിക്ക് അനുമതി ലഭിച്ചു. അടുത്തത് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് IGL എന്ന കമ്പനിയാണ്. കംപ്രസ്ഡ് ബയോഗ്യാസ് ബയോഫ്യൂവൽ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് CEDയുമായി 50:50 സംയുക്ത സംരംഭം കമ്പനി ആരംഭിച്ചു. അടുത്ത ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്ന കമ്പനിയാണ്. പ്രഭാത് കിരണിനെ 3 വർഷത്തേക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി കമ്പനി നിയമിച്ചു. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഒന്നും തന്നെയില്ല. അടുത്തതായി FID ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ക്യാഷ് മാർക്കറ്റിൽ 785 കോടി രൂപയ്ക്കാണ് അവർ ബൈ ചെയ്തത്. എന്നാൽ DIs ആവട്ടെ 3912 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. ആദ്യം 25,885-ൽ 75 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. പ്രത്യേകിച്ച് ഓൾ ടൈം ഹൈ ലെവലും കൂടാതെ 26,200 ലെവലിലൊക്കെ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞതാണ്. അത്തരത്തിൽ ആ ലെവലിൽ നിന്ന് നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നിഫ്റ്റിയൊക്കെ ഹയർ ലെവലിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. പ്രത്യേകിച്ച് ഈ 26,200 അതുപോലെ ഓൾ ടൈം ഹൈ ലെവലിലൊക്കെ നല്ല സെല്ലിംഗ് പ്രഷർ ഉള്ള ഒരു ഏരിയ ആണെന്ന്. കൃത്യമായിട്ട് ഇത്തവണ ആ ഒരു ഏരിയയിലൊക്കെ എത്തിയപ്പോൾ നിഫ്റ്റിക്ക് നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച നല്ല ഒരു ഹൈ ഒക്കെ എത്തിയ നിഫ്റ്റി വീണ്ടും ഇടിയുന്നതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം വ്യാഴാഴ്ച ഫോമായിരുന്ന ആ ഒരു ഇൻവേർട്ടഡ് ഹാമർ കാൻഡിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു സെല്ലിംഗ് പ്രഷർ വീണ്ടും കാണേണ്ടി വരും എന്ന് നമ്മൾ പറഞ്ഞതാണ്. അത്തരത്തിൽ വീണ്ടും നിഫ്റ്റി ഇടിഞ്ഞു. ഒടുവിൽ 25,900 താഴെയായിട്ട് ക്ലോസ് ചെയ്യേണ്ടി വന്നു. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡൗൺ സൈഡിൽ ഒരു പ്രധാനപ്പെട്ട സോണിലേക്കാണ് വരാൻ പോകുന്നത്. 25,640 മുതൽ 25,803 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു സോണാണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 25,280, 25,250 ലെവലുകളൊക്കെ ആയിരിക്കും. കൂടാതെ തൊട്ട് താഴെയായി 25,850 ലെവലിലാണ് 20-day EMA ഉള്ളത്. അതുകൂടി നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് ഒരു ബൗൺസ് ബാക്ക് ലഭിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കൂടാതെ കഴിഞ്ഞ ആഴ്ചത്തെ ലോ ഇതുവരെയും ബ്രേക്ക് ചെയ്തിട്ടില്ല. കൂടാതെ ബോളിഞ്ചർ ബാൻഡിൻ്റെ മിഡ് ലെവൽ ഇതുവരെയും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇതെല്ലാം ചെറിയ പോസിറ്റിവിറ്റി ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. എന്നാലും ഒരു കോഷ്യസ് അപ്രോച്ച് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 25,900 സ്ട്രൈക്കിൽ 31% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 549% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 25,850 സ്ട്രൈക്കിൽ 137% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 306% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 25,950 സ്ട്രൈക്കിൽ 8% ഇടിവ് ഒരു ഷോർട്ട് കവറിംഗ് ആണുള്ളത്. കോൾ സൈഡിൽ 354% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,800-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 58,820-ൽ 15 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 15 പോയിന്റ്സ് മാത്രമേ ഇടിഞ്ഞെങ്കിലും ഇന്നലത്തെ ഹൈയിൽ നിന്നും ഏകദേശം 350-ലേറെ പോയിന്റ്സാണ് ഇടിഞ്ഞത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ കാണിക്കുന്ന ഒരു ക്യാൻഡിൽ കൂടിയായിരുന്നു അത്. ഇനി 20-day EMA ഉള്ളത് 58,300 മുതൽ 58,400 വരെയുള്ള ആ ഒരു സോണിനുള്ളിലാണ്.
ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 58,300 റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 59,200 ഇന്ത്യ വിക്സ് ഇന്നലെ 7.5% ഇടിവിലേക്ക് പോയിരുന്നു. 20-ഡേ SMA താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അത് ബുൾസിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോയുടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.